ഷാർജയിൽ 1.5 വയസ്സുകാരി മകളും യുവതിയും തൂങ്ങി മരിച്ചത് ഭർത്താവിന്റെ പീഡനം മൂലമെന്ന് വിഭജികയുടെ കുടുംബം. വിഭജികയെ കൊലപ്പെടുത്തിയതെന്ന് അമ്മ. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും ഇപ്പോൾ പുറത്തുവന്നു. ഷാർജയിൽ മലയാളി യുവതിയെയും 1.5 വയസ്സുള്ള മകളെയും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും മകൾ വൈഭവിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടത്. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്ന് വിഭജികയുടെ കുടുംബത്തിന്റെ ആരോപണം. ഇത് തെളിയിക്കുന്ന വിഭജികയുടെ ശബ്ദ സന്ദേശവും കുടുംബം പുറത്തുവിട്ടു. എനിക്ക് സന്തോഷിക്കണം, എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, അതിലാരും ചോദ്യം ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. തോന്നുമ്പോൾ കയറി വരും, തോന്നുമ്പോൾ പോവും, വീട്ടുകാരെ സപ്പോർട്ടുണ്ട്, അത് മതി. കലാസ് അവൻ പറയുന്നത് അവൻ്റെ അച്ഛൻ, അവൻ്റെ പെങ്ങളെ കൊച്ച്. ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോവും എൻ്റെ കൊച്ച് അവൻ്റെ കൊച്ച് തന്നെയാണോ എന്ന്, അതോ അതാണോ അവൻ്റെ കൊച്ചെന്ന്, അങ്ങനെ വരെ തോന്നിപ്പോവും. അതൊക്കെ അവസ്ഥ. എന്തായാലും ആവട്ടെ, എനിക്ക് എന്താ പറയാ, ഞാനിപ്പോ ഒരുമായി തഴമ്പിച്ച അവസ്ഥയാണ്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് UAE എംബസി, മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകി. അപ്പൊ അവളെ അത്രത്തോളം അവന്റെ പെങ്ങക്ക് കണ്ടൂടെ, അവന്റെ പെങ്ങക്ക് വേണ്ടിയാ സാറ് ചെയ്താൽ അവന് വേണ്ടി അല്ല ചെയ്ത്, എനിക്ക് നല്ല പോലെ അറിയാം. അല്ലെങ്കിൽ അവന്റെ കൂടെ എന്റെ മോള് പോകുമ്പോ ഇവക്ക് എന്താ ഇത്രയും ദോഷം? അവളെ ഭർത്താവിന്റെ കൂടെ അവളെവിടെ എല്ലാം പോകുന്നത്. എന്റെ മോക്ക് ഒരു പരാതിയോ പരിവോ ആരെയും ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല എന്റെ മോള്. അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നു അവള് പഞ്ചപാവമായിരുന്നു സാറേ. എന്റെ മോക്ക് എനിക്ക് എന്റെ മോക്ക് ഇത് സംഭവിക്കത്തില്ലായിരുന്നു സാറേ. അവൻ ഈ ഐഡിയ എടുത്തോണ്ട് പോയില്ലായിരുന്നെങ്കിൽ കേട്ടോ, എന്റെ മോളെ എനിക്ക് കാണാമായിരുന്നു. എന്റെ മോക്ക് എന്നെ കാണാതന്നെ സാറേ പോയത്. ഭർത്താവ് നിതീഷ് വിഭജികയെ ശാരീരികമായി ആക്രമിച്ചിരുന്നുവെന്നും മകൾ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നുവെന്നും വിഭജികയുടെ അമ്മ ആരോപിക്കുന്നു. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തുവന്നു. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയുമാണെന്ന് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അതേസമയം മരണകാരണം ഷാർജ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷാർജ അൽ കാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഈ മാസം 16 നാട്ടിലെത്തിക്കാനാകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം.